ഹലോ, ഞാനിന്ന് പുട്ടും അതുപോലെ തന്നെ സൂപ്പിൻ്റെ എല്ല് കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ഉള്ള സൂപ്പിൻ്റെ എല്ല് വെച്ച് ഞാനൊരു കറി പോലെ ഉണ്ടാക്കി ചെറുതായിട്ട് നമുക്ക് പുട്ടിന് കഴിക്കാനായിട്ട്. പുട്ടിന് എല്ലാവർക്കും കറി കൂട്ടി കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ പൊടി നമുക്ക് പൊൻകതിറിൻ്റെ പുട്ടുപൊടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിന്ന് പുട്ടുണ്ടാക്കിയത്. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് വർഷങ്ങളായിട്ട് വീട്ടിൽ പുട്ടുകുടമില്ല. അപ്പോൾ ഭയങ്കര എളുപ്പവഴിയൊക്കെയാണ് ചെയ്യുന്നത്. നമ്മുടെ ഇഡ്ഡൽ പാത്രത്തിൻ്റെ തട്ടിലാണ് ഞാൻ പുട്ടുണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ പണ്ട് നമ്മൾ മണ്ണപ്പമൊക്കെ ചിരട്ടയിൽ ഞാനിങ്ങനെ മണ്ണൊക്കെ നിറച്ചിട്ട് കമത്തിയിട്ട് ഒരുപാട് മണ്ണപ്പം ചുട്ടിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ മണ്ണിന് പകരം പുട്ടുപൊടിയാണെന്ന് മാത്രം. നമ്മുടെ ചായയുടെ ചെറിയൊരു കപ്പ് ഉണ്ടായിരുന്നു എനിക്ക്, ആ കപ്പ് ഞാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ് ഇങ്ങനെ പുട്ടുണ്ടാക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതൊരു കണക്കാണ്, 2 കഷ്ണം 3 കഷ്ണമൊക്കെ എല്ലാവർക്കും കറക്റ്റായിട്ട് പുട്ടുണ്ടാക്കാൻ പറ്റും. അതിൽ നമ്മൾ തേങ്ങ പീരയൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ അകത്തും ആദ്യം ഒരു ഇച്ചിരി പീര ഇട്ടിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ട പൊടി നിറച്ച് നമുക്കിത് കമത്തി അങ്ങോട്ട് കൊട്ടിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ആളെണ്ണി ഒരാൾക്ക് എത്ര വേണമെന്നുള്ളത് നോക്കിയിട്ട് ചെയ്യും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരാൾക്ക് എത്ര വേണമെന്ന് നമുക്കൊരു കണക്കുണ്ടല്ലോ. ഇത് ഒറ്റ ആവിയിൽ തന്നെ നമുക്ക് വേണ്ട എല്ലാവർക്കും വേണ്ട പുട്ട് റെഡിയായി കിട്ടും. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പരിപാടി. അപ്പോൾ പുട്ടുകുടം ഇല്ലാത്തവർക്ക് ഇങ്ങനെയും പുട്ടുണ്ടാക്കാം, അതും ഒന്ന് നോക്കി വെച്ചേക്ക്. പിന്നെ നമ്മൾ കഴിഞ്ഞ ഇതിലേക്ക് കുറച്ച് ഉള്ളി എടുത്ത് കുറച്ച് ചുമന്നുള്ളി അധികം ഇട്ട് നമ്മുടെ സാധാ പോലെ മല്ലിപ്പൊടി, മസാലപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി നമ്മുടെ ഈ സൂപ്പിൽ വെന്ത ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ട് നന്നായിട്ടൊരു 10 മിനിറ്റ് വഴറ്റി നമ്മൾ ഈ കറി റെഡിയാക്കി എടുത്ത് കുറച്ച് മല്ലിച്ചീര ഇട്ട് കൊടുത്ത് മല്ലിച്ചീര കറിക്ക് ടേസ്റ്റ് കൂട്ടും. അതുപോലെ തന്നെ നമ്മൾ പുട്ടെടുത്തായിരുന്നു. പുട്ടിൽ നമുക്ക് ഇവിടെ ചാറ് കുറച്ച് മുന്നേ നിൽക്കണം, എല്ലാവർക്കും ചാറാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ചാറ് കുറച്ച് വറ്റിച്ച് കളയാതെ കുറച്ച് മുന്നേ നിർത്തിക്കൊണ്ട്, കാര്യം ആ സൂപ്പിൻ്റെ ഇത് കാരണം ആ ചാറിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അപ്പോൾ ആ ചാറുമൊക്കെ ഇട്ട് നമ്മുടെ പുട്ട് നോക്കിക്കോ, നല്ല അടിപ്പം പുട്ടാണ് കിട്ടിയേക്കണത്. നമുക്ക് ഓരോരോ പീസായിട്ട് നല്ല എടുക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് പുട്ടാണ് കിട്ടിയേക്കണത്. നമുക്ക് പുട്ടുകൂടൊന്നും വേണ്ട. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ നമുക്ക് നല്ല അടിപ്പം പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ റെഡിയായി. അതിലേക്ക് നമ്മുടെ സൂപ്പിൻ്റെ എല്ല് കറി വെച്ചത് ഒക്കെ എടുത്ത് നല്ല അടിപ്പൻ പുട്ടും കറിയും കഴിച്ച്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. ഓക്കെ, താങ്ക് യു.